முதல்ல ஏன்டா அப்படி நடக்கிற? அவசகனம் பிடிச்ச முண்டா என்ன എത്ര നാളായടാ നീ മത്സ്യമാംസാദികൾ ചാപ്പിടാൻ തുടങ്ങിയിട്ട്? ഉന്നെ ഞാൻ അരിഞ്ഞിടും മഹാഭാവി. ஐயோ அம்மா, அதொന്നും ഞാൻ കഴിക്കില്ല അമ്മ. അമ്മക്ക് എന്നെ വിശ്വസിക്കാം. இங்க எல்லாருக்கும் ஒரு சந்தேகம். பாவம் மாமி, அவனுக்கு ஒன்றும் தெரியாது. பெரிய தாடி இருந்தா கூட குழந்தை மனசு. சும்மாறா, என்னடா அது? ஒரு கெட்ட மனம் வருதே. என்னடா பொதியில? சுவாமிக்கு வேண்டிய பச்சை மருந்துகளாയിരിക്കും. പച്ച മരുന്നൊക്കെ എവിടെ ചിക്കൻ സ്മെൽ വരും? കൊടടാ. കുഴഞ്ഞോ? എന്താ ഇത്? മത്സ്യമാംസാദികളോ? ശംഭോ മഹാദേവ, പാപം, മഹാപാപം, ബ്രഹ്മശാപം. ഉടലോടെ സ്വർഗത്ത് പോകാനിരിക്കുന്ന സ്വാമിയുടെ ദേഹത്ത് മത്സ്യമാംസാദികളോ? കേട്ടടാ അവൻ പറഞ്ഞത്. ഓടി രക്ഷപ്പെട്ടോ? അതൊക്കെ സാധാരണ കിട്ടാറുള്ളതാ. അതൊന്ന് പിടിച്ചു മാറ്റുന്നേ. ഇപ്പൊ ഇടപെട്ടാൽ കുളമാകും. മുങ്ങിക്കോ. ചിക്കൻ ആയിരുന്നു. ഇനി ഞാൻ എന്ത് കഴിക്കും? സാമ്പാർ സാദം, തൈര് സാദം, കാരക്കുളം. ഒടിഞ്ഞെടുക്കടേ സ്വാമി. എനിക്ക് വേണ്ടത് മുഴുവൻ വന്നാ വേറെ മേടിച്ചതാ. മണ്ണില് വീണാലും ചാണകത്തിൽ വീണാലും ഇനി വേറെ കാശില്ല. കൊട്ടുപോയി ഞണ്ണു. അവന് മർണാണി തൈലം വാങ്ങിക്കാൻ പോലും കയ്യിൽ കാശില്ലാത്ത അവസ്ഥയാണ്. ചന്തം നോക്കി നിൽക്കാതെ കൊണ്ടുപോയി കഴിവിട്ടില്ലേ. കണ്ട നിന്റെ ശരീരം എണ്ണ കണ്ടിട്ട് കൊറേ നാളായല്ലോടെ. ഒഴിക്കും തോറും കുടിക്കുന്നു. പണ്ട് ഞാൻ പാലില് മണ്ണര ഇട്ടതിന് പോലീസുകാര് പിടിച്ചോണ്ട് പോയി ഇടിച്ചപ്പം ആശാനെന്നെ ഇങ്ങനെയാണ് തടവിയത്. ബഷീർക്കാ, ഇവന്റെ മർമ്മം കാണുന്നില്ലല്ലോ. നല്ലോണം തപ്പി നോക്ക്. കഴുതകൾക്ക് ചിലപ്പോ മർമ്മം കാണൂല. അയ്യോ, പതുക്കെ 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 പതുക്കെ. ആരാ മുഖത്ത് ചിരട്ട കമത്തിയത്? ചിരട്ട അല്ലടാ, പരട്ടെ. ഞാൻ കയറി ഇരുന്നതാ. ഇതിലൊന്നും ഇല്ലല്ലോടെ പോയി. സൂപ്പിലല്ലേ കൊള്ളാവൂ. തടിയങ്കയും കുമ്പളങ്ങയാണ് തിന്നണമെങ്കിലും സ്വാമിയുടെ ചേട്ടന്മാർക്ക് നല്ല ആരോഗ്യം. നല്ല വെങ്കല ഇടിയല്ലേ ഇടിച്ചു കളഞ്ഞത്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എന്താണിത്? ഇനി എന്റെ ഈ ശരീരം വെജിറ്റബിൾ ബിരിയാണിക്ക് പോലും കൊള്ളില്ല. നീ ബേജാറാവണ്ട. ഇരുമ്പ് വലിച്ചില്ലെങ്കിൽ നമുക്ക് യൂനാനി പ്രയോഗിക്കാം. അയ്യരെ, തന്റെ ഒരു യുനാനി പോരണ്ട. യുനാനിയും വലിച്ചില്ലെങ്കിൽ നമുക്ക് ഞവരക്കിഴിയിടാം. കൊല്ലി ഞാൻ ഞവരക്കിഴി. ഒന്നിറങ്ങി പോകുന്നുണ്ടോ? അകത്ത് കയറുന്നത് മറ്റാരും കാണണ്ട. ഓ, ഒരു ശുദ്ധ ബ്രാഹ്മണൻ താണ്ട നിൽക്കുന്നു. ഒന്ന് ചുമ്മാ ഇരടേ. നിന്റെ അപ്പൂപ്പന്റെ കാലമൊക്കെ കഴിഞ്ഞ്, അതുകൊണ്ടല്ലേ നിനക്ക് ഈ തങ്കത്തിന്റെ നിറം കിട്ടിയത്. ചുമ്മാ. ബഷീർക്കാ, ഇവന്റെ ശരീരം ചിക്കൻ ബിരിയാണിക്ക് പറ്റൂല, കോഴി ബിരിയാണിക്ക് പറ്റൂ. அக்கா, என்னாச்சுக்கா? என்னாச்சு? பாண்டி, பாண்டி. அக்கா, எதுக்குடி வீடே இடிஞ்சு விடற மாதிரி சத்தம் போடுற? பாட்டி, சிவகாமிக்கு சர்திക്കുന്നു. சிவகாமி? கடவுளே, சிவகாமி சர்திக்கிறாளா? முருகா, பையன்டவா. ஏண்டி கோமதி, சந்தானவல்லி முருகாங்கடி, முருகாங்கடி. இங்க பாரு, சிவகாமி வாமிட் பண்றாடி. அப்ப ഞാൻ ഡോക്ടറെ വിളിക്കட்டுமா? വേണ്ട 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 വേണ്ട. இந்த வீட்டுக்கு ஐஸ்வர்யம் வர போறது. இந்த வீட்டுல குழந்தை பிறக்க போறது. എന്താ நம்ம குடும்பத்துல குழந்தை பிறக்க போறது. கல்யாணம் இஷ்டா, உனக்கு குழந்தை பிறக்க போறதுடா. கல்யாணம் இஷ்டா, நீ அப்பாவாக போற. നീ ശിവകാമിയുടെ മടത്തിൽ പോയി എല്ലാവരെയും വിവരം അറിയിച്ച് അവരെ കൂട്ടിയിട്ട് വാ. ഒരേ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന നമ്മൾ 4 പേരും ഒന്നിക്കുന്നു. ഐക്യമത്യം മഹാബലം. ഒരു ലിമിറ്റഡ് കമ്പനി. അതെ.
എനിക്കൊറ്റയ്ക്ക് ചെയ്തു തീർക്കാൻ പറ്റാത്തൊരു വർക്ക് നമ്മൾ 4 പേരും കൂടി ഏറ്റെടുക്കുന്നു. കിട്ടുന്ന 4 പങ്കിടുന്നു. സാധനം ഇരിക്കുന്ന സ്ഥലം കാണിച്ചു തന്നാ ഉടുമ്പ് കയറണ പോലെ ഞാൻ കയറിക്കൊള്ളാം. ചുമ്മാതല്ല ഉടുമ്പ് ഗോപാലെന്ന് നിനക്ക് പേര് വന്നത്. ഹണ്ടാകൃമാനെന്ന് നിനക്കും പേരില്ലേ? ആദ്യം എന്റെ മോന്ത കഥ അറിഞ്ഞൂടെ? പെരിച്ചാഴി എടുത്ത് മോന്തറ. ഞാൻ പറഞ്ഞിട്ടില്ലേ ബാങ്കിലെ കല്യാണ കൃഷിനെ കുറിച്ച്? സ്വാമിയുടെ മഠം അല്പം ദൂരെയാണ്. അവിടുത്തെ തട്ടുമുകളിൽ ഓട്ടുപാത്രങ്ങൾ, വെങ്കലപാത്രങ്ങൾ, പഞ്ചലോഹത്തളികൾ ഒക്കെ ഉണ്ട്. ഈ ഒരൊറ്റ വർക്ക് കൃത്യമായി ചെയ്തു തീർത്താൽ പിന്നെ ഈ തൊഴിൽ നിർത്തി ഞാൻ സന്യാസം സ്വീകരിക്കും. സന്യാസം? ആ, സന്യാസിയായി ഞാൻ ഡൽഹിയിലേക്ക് പോകും. എല്ലാം കർത്താവിന്റെ കൃപ പോലെ ഇരിക്കും. ആ, മഠത്തിനകത്ത് കയറാൻ എനിക്ക് സാധിക്കും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യും? അകത്ത് കടന്നു കിട്ടിയാൽ തട്ടിന് മുകളിൽ താമസിക്കായിരുന്നു. അതുവരെ ഞങ്ങൾ മുറിയെടുത്ത് പുറത്ത് താമസിക്കുന്നു. രാത്രിയിൽ അകത്ത് കടന്ന് നമ്മൾ ഒരുമിച്ച് ഓപ്പറേഷൻ നടത്തുന്നു. ഇരിയവി അറിയാതെ സാധനങ്ങൾ അടിച്ചു മാറ്റുന്നു. ചാക്കോണിച്ചേട്ടാ, ഓടിക്കോ, പോലീസ്. പോലീസല്ല ചാക്കോണിച്ചേട്ടാ. അല്ല. നമസ്കാരം. അയ്യോ നമസ്കാരം. ചാക്കോണിച്ചേട്ടനോട് ഒരു കാര്യം പറയാനുണ്ട്. ഒരു നിമിഷം. സ്റ്റേഷൻ സാർ വന്നിട്ടുണ്ട്. നമസ്കാരം. മാമൂലോടത്തോട് SML താഴോട്ട് കവറിലിട്ട് ഒട്ടിച്ചു കൊടുക്കണം. എല്ലാം കവറിലിട്ട് പേരെഴുതി ശരിയാക്കി വെച്ചിട്ടുണ്ട്. സാറേ എന്നാട്ടെ, നല്ല ബാറ്ററിപ്പുണ്ട്. ഒന്ന് മിനിങ്ങിട്ട് പോ സാറേ. ആ പിന്നെ സർക്കിൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ടേപ്പ് റിക്കാർഡർ വേണമെന്ന് പറഞ്ഞിരുന്നു. കളക്ടർ വീട്ടിലേക്ക് ഇന്നലെ കടയിൽ നിന്ന് സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. 2 ദിവസം എത്തിക്കാണ്ട് ചേച്ചിയോട് പറഞ്ഞത്. എന്റെ ഭാര്യയ്ക്ക് ഒരു ഉരുളി വേണമെന്ന് പറഞ്ഞു. അതെത്തിക്കാം. ഉണ്ടാവാ കേട്ടാ. കല്യാണ സീസൺ അല്ലേ, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. വന്നട്ടെ. ആ, ഇവിടെ താൻ ലാർജ് സ്കെയിലാണല്ലോ. ജനാധിപത്യമല്ല സാറേ, എല്ലാവർക്കും പങ്കുകൊടുത്തേ പറ്റൂ. സാർ എന്താ പതിവില്ലാതെ? ചാക്കോണിച്ചേട്ടൻ ഒരിക്കൽ കൂടി എന്നെ സഹായിക്കണം. എന്താണാവോ? നിർമ്മല ഗർഭിണിയാണ്. അയ്യോ, പേരെടുക്കാൻ എനിക്കറിയില്ല. വല്ല ഡോക്ടറെ. അതല്ല ചേട്ടാ, നിർമ്മലയുടെ ബന്ധുക്കളെ ഉടനെ വിവരം അറിയിക്കണം. മഠത്തിലുള്ള കൽപ്പന. അന്ന് വന്ന അതേ ബന്ധുക്കൾ തന്നെ മഠത്തിൽ ചെല്ലണ്ടേ? അല്ലെങ്കിൽ പാരയാവും. ചേട്ടൻ പഴയ വേഷം ഒന്നുകൂടെ കെട്ടണം. മഠത്തിലേക്കോ? എന്റെ കർത്താവേ, അച്ഛൻ കൊതിച്ചതും വൈദ്യം വിധിച്ചതും പാല്. എന്തു പറ്റി? വയറ് കാണാൻ പറ്റുന്ന ചടങ്ങുള്ള കാശ് ഇപ്പോഴേ തന്നേക്ക്. കാശ് എത്ര വേണമെങ്കിലും തരാം. അന്നത്തെ പോലെ ചീപ്പ് നമ്പർ ഒന്നും ഇറക്കി ചളവാക്കരുത്. ഇതെന്തോന്ന് പറച്ചിലാണ് സാറേ. ഞാൻ ആ തൊഴിൽ നിർത്തി. മോഷണ തൊഴിലാളികൾക്കും സർക്കാർ ക്ഷേമനിധി ഏർപ്പെടുത്താൻ പോയല്ലേ. ഖജനാവ് കള്ളന്മാരെ 100-150 കാറുകളുടെ അകമ്പടിയോടെ സ്വീകരിക്കുന്നത്. ശിക്ഷ കഴിഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങുന്ന കള്ളന്മാർക്കും ഞങ്ങളുടെ യൂണിയൻ ഒരു സ്വീകരണ പരിപാടി ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതൊക്കെ ശരി, സംസാരിച്ചിരിക്കാൻ സമയമില്ല. ആ പഴയ കോട്ടൊക്കെ ഇരിപ്പുണ്ടല്ലോ, അതൊക്കെ ഇട്ട് നാളെ രാവിലെ തന്നെ എത്തണം. നിന്നോട് ആര് പറഞ്ഞു ആ ചേച്ചമ്മയെ പിടിച്ച് മഠത്തിനകത്ത് കയറ്റാൻ? അവര് മുണ്ടും ഞൊറിഞ്ഞെടുത്ത് കയറി വന്നപ്പോ ഞാൻ അവരെ പറഞ്ഞുവിടാൻ നോക്കിയതാണ്. പക്ഷെ ആ കള്ളക്കളവി പോണ്ടേ. പിന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ കൊണ്ടാണ് ഇങ്ങനെ ഒരു വേഷം കെട്ടിച്ചത്. ഇതുവരെ ബഷീറിനും ബിരിയാണി മേടിച്ചു കൊടുത്താൽ മതിയായിരുന്നു. ഇനിയിപ്പോ മഠത്തിനകത്ത് കള്ള് ഷാപ്പ് തുടങ്ങണം. കള്ളിഷാപ്പോ? ആ തള്ളക്ക് രാത്രി ഒരു പൈൻ്റ് അടിച്ചില്ലെങ്കിൽ ഉറക്കം വരത്തില്ല. മണിയാ, തള്ള തണ്ണി അടിച്ച് പ്രശ്നം ഉണ്ടാക്കോ? സ്വാമി സമാധാനം. ആ കൈ ഇങ്ങനെ സ്വാമി, ആ കൈ ഇങ്ങനെ. ഐക്യമദ്യം മഹാബലം. എന്റെ വ്യാകുലമാതാവേ, ഇവിടെയുള്ളവരെല്ലാരും കൂടി എന്റെ മോളെ പൂണൂലിടിക്കൂ. നിർമ്മലാവോൾ ചേട്ടത്തൊന്നും മിണ്ടാതെ കിടക്കൂ. നിർമ്മലല്ല ശിവകാമി. നീ ശിവകാമി ശിവകാശി ഒന്നുമല്ല, മേരി നിർമ്മല. മാമംഗലം മാത്തച്ഛന്റെ പൊന്നുമോൾ മേരി നിർമ്മല. എന്താ ചേട്ടത്തിക്ക് ഒരു വെളിവുമില്ല. നന്നായി കുടിച്ചിട്ടുണ്ട്. ഈ ദ്രോഹം ആരാ ചെയ്തത്? ഭർത്താവിന്റെ കൃപ കൊണ്ട് എന്റെ വീഞ്ഞ് ഞാൻ കൂടെ കൊണ്ടു. 20 പുണ്യാളാ. ഇവരുടെ അപ്പം വന്നാ ഇവിടെ കൊലപാതകം നടക്കും. മാമോദിസ മുങ്ങിയ എന്നെ എല്ലാവരും കൂടി പാണ്ടിയാക്കി. എവിടെയാണ് എന്റെ ചട്ടിപ്പുട്ട്? ചടപ്പിങ്ങളൊക്കെ പിന്നെ എടുക്കാം. കുറച്ചുകൂടെ കുടി. നീ എന്തായി കാണിക്കുന്നത്? ഇപ്പൊ തന്നെ ഇതൊരു ഫിറ്റ് കഴിഞ്ഞാൽ ഫ്ലാറ്റ് ചേർത്ത് നമുക്ക് ഫ്ലാറ്റ് ആക്കി ചുമന്ന് മാറ്റാം. കാർ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നീ 1000 രൂപ എടുത്ത്. ഇത് നിന്റെ ബുദ്ധിയാണ്. എന്റെ നിന്റെ അടുത്ത് ആര് പറഞ്ഞു അകത്ത് കയറാൻ? അണ്ണന്മാര് വല്ലതും കണ്ടാ വെട്ടി നുറുക്കി അടുപ്പിലിടും. ചാച്ചമ്മയും ബഷീറിനെയൊക്കെ പിടിച്ച് അകത്ത് കെട്ടാം. ഞാൻ കയറിയതാ കുഴപ്പം. ഒന്നിനും ഞങ്ങളുടെ കറവക്കാരനല്ലേ. ചെച്ച വന്നെങ്കിൽ ചാച്ചമ്മയെ പോക്ക്. പേടിക്കണ്ട. അയ്യോ എന്നെ താഴെയല്ലേ. കഞ്ഞു ഇവര് നേരെ തൃശ്ശൂർ വീട്ടിൽ കൊണ്ടുവന്നാക്ക്. ഇവരെ ഇരിപ്പ് കണ്ടിട്ട് ചത്ത ശവം പോലുണ്ട്. കിടത്തിക്കൊണ്ടുപോയാൽ പോലീസ് പിടിക്കും. ഇരുത്തിക്കൊണ്ട് പോകുന്നത് ആ ബുദ്ധി. ഇരുത്തിയോ കിടത്തിയോ നിർത്തിയോ എങ്ങനെയെങ്കിലും ചുമന്ന് മാറ്റി. കാശൊന്നും ഇല്ലാതെ എന്റെ മാമാർക്ക് പെട്രോൾ പമ്പൊന്നുമില്ല. 100 രൂപ ഫിസിക്കാതെ വല്ലതെങ്കിൽ താ സ്വാമി. കൂടുതൽ പോലീസ് ഓടിച്ച് അവർക്കും താങ്ങണം വല്ലതും. സൂക്ഷിച്ചു കൊണ്ടുപോകണം. ആ അതെ,
ഭാഗ്യലക്ഷ്മി എന്നെ അന്വേഷിക്കുകയാണെങ്കിൽ ഞാൻ അത്യാവശ്യമായിട്ട് ഒരു ഇടം വരെ പോയി എന്ന് പറഞ്ഞാൽ മതി. എന്തോ അല്ലെങ്കിൽ ഞാൻ മാരി നിർമ്മലയോട് പറയാം. ഞാൻ പറഞ്ഞു ആ അനന്ത കാലത്ത് പശുവിനൊന്ന് കറന്നേക്കണം, ഞാനിവിടെ ഉണ്ടാവില്ല. എന്തോ ആ ബഷീർക്ക സൂക്ഷിച്ച് പശു തൊഴിക്കും. ഇവിടെ വന്നിട്ട് ഒന്ന് മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഒന്ന് കഴിയുമ്പോ വേറൊന്ന്. എനിക്കിനി വയ്യ. എപ്പോഴായാലും അറിയും. ഞാൻ എല്ലാവരോടും തുറന്നു പറയാൻ പോവാ. നിർമ്മലേ, നീ എന്തായി പറയുന്നത്? അണ്ണന്മാരുടെ സ്വഭാവം നിനക്ക് അറിയാൻ വയ്യഞ്ഞിട്ട് അവരറിഞ്ഞാ പിന്നെ എന്താ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ചെറിയൊരു കള്ളം പറഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് പോകാം. എന്റെ ഈശോയെ, ഡാഡി വരുമ്പോ ഇനി എന്തൊക്കെയാ ഉണ്ടാകാൻ പോകുന്നതെന്ന് ഓർക്കുമ്പോഴാ എനിക്ക് പേടി. ഒന്നും ഉണ്ടാവില്ല. ഇതുവരെയൊക്കെ പോയില്ലേ, അതുപോലെ അങ്ങ് പോകും.